വെള്ളത്തിൻ്റെ പ്രശ്നം തുടങ്ങിയതിൽ പിന്നെ അമ്മ ഇങ്ങനെയാണ്. ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോ ഓക്കെ അല്ലേ? നിങ്ങളുടെ വീട്ടിലെ വെള്ളം ശുദ്ധമാക്കാൻ ഇന്ന് തന്നെ ഓർഡർ ചെയ്യൂ അക്വാപ്യൂർ വാട്ടർ പ്യൂരിഫയർ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിലേ ചെയ്യൂലൂ എന്ന്. ഇന്നലെ നടന്ന എപ്പിസോഡ്, മിഞ്ഞാന്ന് നടന്ന എപ്പിസോഡിൻ്റെ റിവഞ്ചായിരുന്നു എന്ന് തോന്നിയവർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കും എന്ത് റിവഞ്ച്, ആരുമായിട്ടുള്ള റിവഞ്ച് എന്നൊക്കെ. അതായത് ബിഗ് ബോസ് ഷോയിലെ സീസൺ 7 ഷോയിലെ കണ്ടന്റ് എന്നൊന്നും പറയാൻ പറ്റൂല, കണ്ടസ്റ്റൻ്റ് ആയ ആര്യനും മോഹൻലാലും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദമായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. അതിൽ മോഹൻലാലിനെ, മഹാനടനാണ്, നടൻ ആയ മോഹൻലാലിനെ അപമാനിച്ചു വിടുകയാണ് ഉണ്ടായത്. അപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെയാണപ്പം ഇയാളെ മോഹൻലാലിനെ അപമാനിച്ചതെന്നുള്ളത്. എപ്പിസോഡ് കണ്ടവർക്കറിയാം. ഒരു ആക്കിയ ചോദ്യമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ മോഹൻലാൽ ഈ ആര്യനെ ഇട്ട് വധിച്ചു. ആര്യൻ ബിഗ് ബോസ് ഷോയിൽ കാണിച്ചു വച്ച കുറേ പോക്രത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ച് അയാൾ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ പണി നന്നായിട്ട് ചെയ്തു. ഇനി മോഹൻലാൽ എന്ന് വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട, നടന്മാരെ ചെറിയ കുട്ടികൾ വരെ മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ എന്നാണ് വിളിക്കൽ. അപ്പോൾ അതൊരു ബഹുമാന പുരസ്കാരം തന്നെയാണ്. ഇനി പേര് പറഞ്ഞാലും ബഹുമാന പുരസ്കാരം തന്നെയാണ്. പക്ഷേ നമ്മൾ ആര്യം വിളിച്ചത് ആ മൊട്ട എന്നാണ്. അത് എപ്പിസോഡ് കണ്ടവർക്കറിയാം. ലാസ്റ്റ് ഓൻ്റെ ഒരു മൊട്ട, അതായത് മോഹൻലാൽ, അതായത് നമ്മളെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊട്ട അടിക്കാത്തവൻ ഈ മൊട്ടയും വെച്ച് നടന്നോന്ന്. അതുകൊണ്ട് ഓൻ്റെ ഒരു മൊട്ട എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത് ലാസ്റ്റ് കാണിച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അല്ലേ? അപ്പോൾ അത് മോഹൻലാലിനെ അപമാനിക്കലല്ലേ? അവിടെയാണ് മോഹൻലാലിനെ ഈ പുള്ളി അപമാനിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ എവിക്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിൽ, വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ സുലാൻ, അടുത്ത വീഡിയോയിൽ കാണാം.